ഹായ് ഗായ്സ്, ഇപ്പോൾ സമയം 1 മണി. ഇപ്പം എണീച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. ജംഷാദ് ഒന്ന് വീട് നിലമ്പൂരാണ്. അപ്പം നിലമ്പൂർ പോയി ഫംഗ്ഷനിൽ അടിപൊളിയാക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 3 മണിയായിക്കേനു. അപ്പം നല്ലോണം ഉറങ്ങി സെറ്റായി എണീച്ച് ഇനി ബ്രഞ്ച് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. അപ്പം അതിനു മുന്നേ ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ആൾ ഉറങ്ങുന്ന. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോയേക്കാം. കുട്ടികളെല്ലാം എന്താ ചെയ്യുന്നത് നോക്കാം. നാപ്പി നാപ്പി താശനെ കളിപ്പിക്കുന്ന. താശ ഉറങ്ങി എണീച്ച് കാളിപ്പോ. അശോ ഐഷു ഐഷു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ സംവൺ. ആർക്കാന്നിപ്പോൾ പറയില്ല അല്ലേ? ഫാത്തി ഓൾസോ സ്കെച്ച് ചെയ്യുന്നുണ്ട്. ഫോട്ടോ കണ്ടാൽ ഗസ് ചെയ്യാം. യെസ് ഐഷു സർപ്രൈസ് ആക്കണ്ടേ? ഓക്കെ, താച്ചക്കുട്ടീനെ കാണിച്ചു തരാം. താച്ചക്കുട്ടീനെ കാണിച്ചു തരാം. താച്ചക്കുട്ടീനെ കാണിച്ചു തരാം. ഇതാരാ? ഇതാരാ? താശേ താശേ. ഓക്കെ, ഹായ് റീനൻ ബ്രോ. യെസ്, കഴിഞ്ഞ 2 ദിവസം മുന്നേ യൂട്യൂബിൽ 100K സബ്സ്ക്രൈബേഴ്സായ ഇന്ന് തരണം. കേപ്പിക്ക കെൻസ് ട്രൗസർ മാത്രം ഇട്ടിട്ട് പാൻറ് ഇടുന്ന റെഡിയായി. മറ്റേ ചങ്ങായി ഓക്കേ. എന്ത് സോറി, ഇത് എന്റെ മേക്കപ്പ് റൂം ആയോണ്ട്. ഇതാ ചീർപ്പ്, മറ്റേ ചീർപ്പാ. ഇതിൽ നിന്നൊരു സാധനം പൊക്കിയാ പോലും എനിക്ക് മനസ്സിലാവില്ല. പൊക്കറെ റിനാൻ ഇവിടെ KP-നെ ബ്രൈഡ് ആക്കുന്ന നല്ല പിങ്ക് കളർ ആക്കുന്നുണ്ട്. ഇതെന്ത് ഭക്ഷണം ഒന്നും വേണ്ട? ഇവ പാവം ഇതാ 8 മണിക്ക് നീച്ചിട്ട് വാതിക്കൽ വന്നിട്ട്. യെസ്, കെൻസിന്റെ ഓനൊരു ബുൾസൈ. എടാ പാവം, ഓനിക്ക് വിശന്നിട്ട്. ഇവര് 12-1 മണിയാകുമ്പോ എണീക്കും. കോമഡി എന്താ അറിയോ? 1 മണിയാകുമ്പോ എണീക്കും. എന്നിട്ട് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 7 മണിക്ക് എന്തായാലും എണീക്കും. ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകണം. പങ്ക്ച്വാലിറ്റി. കോളേജ് പോകാൻ കൊള്ളാന്നല്ലോ, കൊള്ളടിക്കാൻ പോകുന്ന. എണീച്ചിട്ട് 7 മണിക്ക് എന്തായാലും അലാറം വെച്ചില്ലെങ്കിൽ എണീക്കും. പിന്നെ കിടക്കാൻ സുഖമല്ലോ, കേട്ട് പഠിക്ക്. പിന്നെ കിടന്നു. പിന്നെ ഒരു 8-9 മണിയാകുമ്പോ എണീച്ചു. എണീച്ചിട്ട് കൊറേ ഇവിടെ ഇരുന്നു. പക്ഷെ ഇവര് എണീക്കാൻ എനിക്കറിയാം. പിന്നെ എന്തേലും എണീറ്റല്ലേ, എന്തെങ്കിലും എന്തുകൊണ്ട് ഉറക്കാൻ അയച്ചില്ല. വേറെ ഞാൻ ഇന്നലെ ഉറങ്ങിട്ടോ. രാവിലെ എപ്പോഴും തുടങ്ങി അറിയില്ല. റീലാണ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. TV കൂടെ അങ്ങനെ മൊത്തം റീലുകള് വേണം ഉറങ്ങാൻ സമയത്ത്. ഞാനതല്ല എന്റെ മേത്തോട് കേപ്പിന്റെ കാലും ആകെ. നിങ്ങൾ അപ്പുറത്തെ റൂമിലായിരുന്നേ?
നന്നായി. ഇതിന്റെ വലിയ കാലി ഇന്ന് രാവിലെ പാത്താന്റെ സ്റ്റോറി ഞങ്ങൾ ഭാഗത്തുനിന്ന് റൂമിൽ എന്തെങ്കിലും ആ ഇവിടുന്ന് ഞങ്ങളെ സ്റ്റോറി ഇങ്ങനെ നോക്കണേ ഇവിടുന്ന് തിരിഞ്ഞു കളിച്ചിട്ടാ ഇവിടുന്ന്. നമ്മൾ നോക്കത്തെ റൂം എവിടെ മീൻസ് ഇതിന്റെ മുകളിലാ കാണുന്നേ, അതെ യെസ്. മനസ്സിലാവില്ല. ഭക്ഷണം കഴിക്കണ്ടേ? അല്ല ഇങ്ങക്ക് ഇപ്പൊ എന്താ പരിപാടി? നേരെ ഭക്ഷണം കഴിച്ചിട്ട് മുടിയിട്ടാൻ പോവാ. എല്ലാവർക്കും മുടി വെട്ടണം. അനുവിന് മാത്രം. എന്നിട്ട് എന്നിട്ട് എപ്പോഴാ പരിപാടി? 3-4 മണി. 4 മണി. മുത്തെടുത്തു കൊടുത്തു എന്റെ മുത്തെടുത്തു പടച്ചോനെ എടുത്തു എന്റെ കുഞ്ഞെടുത്തു പടച്ചോനെ ഇമ്മച്ചി എടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നാദാപുരത്തെ പുതിയ താരോദയാണ് റബ്ബേ. അല്ലോ സങ്കടം. അങ്ങനെ ഹനാൻഷ നതാഷ ഷർദി കൊലാബറേഷൻ. ഇതാ ഹനാന് ഡ്രസ്സില്. ഹനാന് ഞാൻ വേറെ ടീഷർട്ട് തരാം. പാലാണ് ഓവർലോഡ് ആയിട്ടാ എന്താ അറിയില്ല, എന്തോ ഉണ്ട്. ബാ ഞാൻ എനിക്കിത് തരാം. സോറി കുട്ടി, സോറി പറ. സോറി പറ. ഹനാനോട് സോറി പറ. ആകെ തുള്ളി പാലുള്ള ഞാൻ ഫുള്ള് പോകുന്നു ചെയ്തു മുത്തേ കോഴിക്കോട് എനക്ക് പോകൂല. എന്താ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി. പിന്നെന്തുമ്മ ബത്തക്കനെല്ലാം കൊന്നുക്ക്. പിന്നെ ചിക്കൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചല്ലേ, ചിക്കൻ പൊരിച്ചത്. നതാഷ 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 അല്ലു 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 ചിച്ച 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 എന്താ എന്താ ആ പ്ലേറ്റിൽ സെറ്റാക്കി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. നമുക്ക് നോക്കാം. ഫാത്തി എന്താ ഹനാൻ്റെ സർപ്രൈസ് ആക്കി നോക്കാം. ഫാത്തി ഒരു ആർട്ടിസ്റ്റാണ്. ഫാത്തി ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 30 മിനിറ്റായി വരക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? 30 മിനിറ്റ് കൊണ്ട് വരച്ചതാ. അല്ല ഐഷുവിൻ്റെ എന്തോ കാണുന്നില്ല. എന്നാ ഐഷു എന്ത് എന്തോ കാണുന്നില്ല ഐഷുവിൻ്റെ. ആ ഓക്കെ. ആ ഐഷു ഫാത്തിയും ഹനാനിക്കൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന. ഇതെന്ത് രസമോ നോക്കട്ടെ. നല്ല രസമുണ്ട്. ഐഷു കാണിച്ച്. അല്ല കാണിച്ച്. കാണിക്ക ഐഷു. യെസ് ബാബാ കൊടുക്ക കൊടുക്ക കൊടുക്ക. വാ അത് സാരമില്ല. ബാ ബാ ഓക്കെ ചെല്ലേ. അനസ് ഹായ് കൊടുക്ക്. ഹായ് അനസ് ബ്ലാക്ക്. അനസ് ബാൽക്കി. അതൊന്നും അറിയില്ല. ആ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ ട്യൂഷനിൽ എവിടെയാ മോളെ പ്ലേസ് എനിക്കറിയില്ല. മോളെപ്പാ വന്ന് എനിക്കറിയില്ല. നാഫി ഇപ്പൊ ഇൻട്രോവേർട്ടാ. നാഫി ഇൻട്രോവേർട്ടായി. സത്യ സത്യ
ആ അത് എനിക്ക് തോന്നുന്ന ഗേൾസ് എല്ലാം പറയുന്നത് ചമ്മല് അതാ. അനീതിനെ കണ്ടിക്കില്ലേ? ഇഞ്ചോടെ എല്ലാം എടുത്തു കൊണ്ടാക്കാൻ ഫുഡെല്ലാം. എല്ലാം എടുത്തോപ്പരോ. നാഫി ഇവിടുത്തെ ഹെൽപ്പറാണ്. ഇതാ ഇനി എല്ലാവർക്കും ഇട്ടെടുക്ക്. ചെല്ലേ ഫസ്റ്റ് ആരെങ്കിലും കൊടുക്കേ എന്നാ ഫസ്റ്റ് ഫാത്തി കൊടുക്ക. ചമ്മണ്ട ഹനാനെ ഓൾക്ക് ചമ്മലാന്ന്. ഓള് രാവിലെ ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നേ വരച്ചതാ. സത്യോ പല രീതിയിലുള്ള കലാകാരന്മാരാണ് വീട്ടിലുള്ളത്. ഇപ്പൊ വരച്ചതാ ഇപ്പൊ. ഓൾക്ക് ചമ്മല. അല്ല ഓള് എന്തോ കുഞ്ഞൊരു സാധനം വരച്ചിന്. സ്കുഷി ഹാപ്പി ആയില്ലേ? വന്ന ഭക്ഷണം കഴിക്കാൻ. ഓക്കെ നീ പൊലിവന്നെ ഹാപ്പി ബാനസ ഇഞ്ഞ പുയ്യാപ്പിള്ളോട്ട്. അനസ ഇഞ്ചോടി നാഫി അല്ല അതില്ലടാ. ഇത് മറ്റേ നേരത്തത് നേരത്തെ മേല നേരത്തെ എന്തേനു അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ഷാനൻ്റെ വീട്ടിലെത്തി. അപ്പം ഷാൻ എന്നോട് പറഞ്ഞ് പോര്, എന്താ പ്രശ്നം, ഞാനും കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനും ഞാനും ഇന്നലെ ഒരേപോലെ ഒരു സ്ഥലത്തുണ്ടായി. രാത്രി 11 മണിക്ക് രണ്ടാളും കരുവാരക്കുണ്ടുണ്ട്. ഇവള് പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. അതിൽ ഇവള് കരുവാരക്കുണ്ടുണ്ട്, ഞങ്ങൾ റിനാനൊക്കെ പടായും പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കരുവാരക്കുണ്ട് ചാടി ചിരിക്കുന്നുണ്ട്. അതിൽ ഇവള് ഇവിടെ എത്തി. ഇവളോട് ചോദിച്ചു എവിടെ ഉണ്ടായിരുന്നത്, എവിടെയാണ് വർക്ക്? എടാ ഒന്നും പറയണ്ട, ഞാൻ കരുവാരക്കുണ്ടുണ്ട്. കരുവാരക്കുണ്ടോ? ഞാനും കരുവാരക്കുണ്ടെ. അല്ലാണേ ഷാനുണ്ടോ അതില്? എന്നിട്ട് ഷാന പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയിട്ട് ഒറ്റ വിളി വിളിച്ചാൽ മതി, ഫോണൊക്കെ ഫുൾ ഓണാണ്, ഞാൻ ഇവിടെ ഫുൾ. അപ്പൊ ഞാൻ ചോദിച്ചു ആരെങ്കിലും വിളിക്കണോ, എക്സ്ട്രാ ആരെങ്കിലും വിളിക്കണോ? അതൊന്നും വേണ്ട, ഇന്നെ തന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഫുൾ ഉണ്ടാവും. ഞങ്ങൾ പുറത്തെത്തി ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ ഇറക്കി ഫസ്റ്റ് വിളി വിളിച്ച്, താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ കോളുകൾ സ്വീകരിക്കുന്നില്ല. ഫുള്ള് വോയിസ് മെയിൽ. അങ്ങനെ ഒരു 10 കോള് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ വിചാരിച്ച് ഷാന കിടക്കണ റൂമ് പീറുമയറുമല്ലോ, ജനൽമ പോയി മുട്ടിയാലോ കരുതി. പക്ഷെ അഥവാ എന്തെങ്കിലും പ്രശ്നമായാലോ, ഇമ്മാരൊക്കെ പേടിച്ചാലോ. അപ്പൊ ഞങ്ങൾ മുട്ടാതെ നിന്ന് അതില് മേലത്തെ റൂം ഇങ്ങനെ നോക്കി ഇനിയിപ്പോ എന്താ ചെയ്യാ. മുനീർഖാനെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ മുനീർഖാനെ അടിയൂല, ബാത്റൂം ഉണ്ട് കുളിക്കാൻ പറ്റില്ല, സ്കൂട്ടി ഉണ്ട് ഓട്ടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഞാൻ കേട്ട് അനസെ ഞാൻ കേട്ട് ഞാൻ വിചാരിക്കും ഹലോ എന്താ
എന്താണോ കുതിരെ ഞാൻ അവിടെ വന്നിട്ട് മൊയന്തായിരിക്ക. ആ എവിടെ ശരിക്കില്ലേ ഞാൻ നിങ്ങളെല്ലാം കണ്ടിട്ടില്ല, എനിക്കൊരു ഫുള്ള് ബ്ലർ ആയിട്ടുണ്ടാവൂലേ. നേരല്ലേ സത്യം. ഭക്ഷണം കഴിച്ച എന്തായാലും നമുക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഓക്കേ. നാഫി ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. ഉമ്മന്റെ സ്പെഷ്യൽ കട്ടൻ ചായ വരുന്നുണ്ട്. ഇപ്പം വരും. കെൻസേ താശ ഉമ്മന്റെ മോള് താശ. ഹലോ. അയ്യോ എന്താ പറ്റിയ? എന്നാ താശക്ക് പറ്റിയ? വിഷക്കണ്ട ഇല്ല പെണ്ണെ. ഓ റീനാൻ സർ അടുക്കളയിൽ വന്നിച്ച് എന്റെ റബ്ബേ പോയാർന്ന് നീ ഇത് ഇത്രയും എന്താ പറയാ നമ്മള് ഇവിടെ അല്ല, ഇവിടെ ഉമ്മാക്ക് അങ്ങനത്തെ റൂളുണ്ട്. പക്ഷെങ്കിൽ വരുന്ന ആള് യോൻ അടുക്കളയിൽ വന്നിട്ട് പാത്രം കഴിക്കുന്നത്. റീനാനേ അങ്ങനെ ശരിക്കല്ല, നല്ല ശീലാണ്. ഇവിടെ ഉമ്മ ഇപ്പൊ നാഫി ഒന്നും കഴിക്കില്ലെങ്കിൽ ഭയങ്കര ചിത്തറിയും. അത് കണ്ട് കനസേ ഇവനെ അടുക്കളയിൽ വന്നിട്ട് തോന്നുന്ന പ്ലേറ്റ് കഴിക്കും. റീനാൻ ബ്രോ മിണ്ടൂല മിണ്ടൂല എന്റെ തെറ്റിട്ടല്ല. നട്ടുച്ചക്ക് ഒരു മടിയില്ലാണ്ട് ഷട്ടിൽ കളിക്കുന്ന റീനാനും നാഫിയും. റീനാന് നീ ഇവിടെ നിന്നോ? ആണാ? കാണിച്ചേ ഞാൻ പറഞ്ഞു പാത്തുത്തന്റെ നമ്പർ കാണിച്ചേ. വ്ളോഗാണല്ലേ? വേണേ വോയിസ് ചെയ്യിപ്പിച്ചേരാ. അതാ വേണ്ട വോയിസ്. കെൻസിനപ്പൊ കുട്ടി സെറ്റാക്കില്ല. അങ്ങനെ കളിക്കല് സാധാരണ. ഇതെന്ത് വെയിലാ. അനസ് എന്നാ ബാഗിൽ എന്താ അനസ? അനസിന്റെ ഈ ബാഗെല്ലാം ശ്രദ്ധിച്ചോ? പൈസക്കാരൻ അനസ്. അനസ് ബാൽക്കി നമ്മള് ഹനാൻ, നമ്മള് കയാലിന്റെ പാർട്ട്ണറാ ഹനാനെങ്കിലും ഹനാൻ ഒരു ദിവസം പോലും കിട്ടലില്ല. കാരണം ഫുള്ള് ദുബൈയിലും സൗദിയിലും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഭയങ്കര തിരക്കുള്ളാണല്ലേ. അപ്പം ഇന്ന് കൈയോടെ പിടിച്ചിട്ട് അനസും ഞാനും കൂടിയിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്ന കയാലിന്റെ കാര്യമെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട്. കണക്കാണ് ഇതിൽ ഫുൾ കണക്കാണ് ഹനാനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ലെറ്റ്സ് പ്ലാൻ സംതിങ് ന്യൂ അല്ലേ? യെസ്. ഹനാൻ എന്താ വരാത്ത? എന്നെ ഈ കാത്തിക്കുന്നേ അതന്നെ. വേമ്പാ എനിക്കൊരു കണക്ക് കാണിച്ചു തന്നിട്ട് കയാലിയിൽ. അനസേ
അങ്ങനെ ഞങ്ങളെ കയാലിന്റെ പാർട്ട്ണറാ റിനാനെ കയലിന്റെ പാർട്ട്ണറാ. അപ്പൊ ഇന്ന് കൈയോടെ പിടിച്ചാൽ കണക്കെല്ലാം ക്ലോസ് ചെയ്യുന്ന അതാ എനിക്ക് കുറച്ച് പൈസ എല്ലാം കൊടുക്കാണ്ട്. മാനേജർ റിനാൻ എന്നാ ബാ നമുക്കിരിക്കാം. എല്ലാരും മുടി വെട്ടിട്ട് വേമ്പാ ഇല്ലേ സംഭവം ഇതാ. ഇവന്റെ എല്ലാം മുടി എന്താ വെട്ടാനുള്ളതെന്ന് ആർക്കറിഞ്ഞടാ. അത് മൈന്യൂട്ട് ഇനി ഏടാ വെട്ടാന്. ഞാൻ ചോറ് തിന്നട്ടെ അപ്പി തിന്നട്ടെ തിന്നോ ഗൈസ്. ഞാൻ ചോറ് തിന്നിട്ടില്ല. അപ്പം എല്ലാവരും ചോറ് തിന്ന് കഴിഞ്ഞ് ടേബിൾ വരെ ക്ലീൻ ആക്കാനായി. ബാ നമുക്ക് ചോറ് തിന്നാം. ഞാനെൻ്റെ പരിപാടിക്ക് പോന്ന ഷെമിൽക്ക വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഷെമിൽക്കാനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഞാൻ പരിചയപ്പെടുത്തട്ടെ. താറ് ഗിഫ്റ്റ് കേട്ടോ. ഷെമിൽക്കാനെ പരിചയപ്പെടും. ഞാൻ പറയട്ടെ, എന്നെ പറ്റി 2 വാക്ക് അനസ് സംസാരിക്കുന്നതാണ്. നല്ല പറയണേ, മോശം പറയുന്നത് ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് പറയും. ഷെമീൽഖാനെ കൊണ്ട് അതന്നെ ഷെമീൽഖാനെ കുറിച്ച് പറയാം. ഷെമിൽക്ക് കുറച്ച് അങ്ങോട്ട് പോടും എന്നാലേ പറയാൻ പറ്റുള്ളൂ. ഷെമീൽഖാനെ കുറിച്ച് പറയുന്നതിനെ ഷെമിൽക്ക് നമ്മളെ ഹണി കേക്കിന്റെ 1 and only ഫൗണ്ടർ നാദാപുരത്ത് തുടങ്ങിയ ബ്രാൻഡ് 24ഓളം ഷോപ്പിലേക്ക് ഫേമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നാദാപുരത്തുകാരുടെ എല്ലാവരുടെയും മെന്ററും ഒരുപാട് പറയാൻ വേണ്ടിയാണ് കുറെ പറയാനാണ്. ഷെമിൽക്കൊക്കെ എന്താ പറയാ ഷെമിൽക്കാനെ പറ്റി? എന്നെ പറ്റി ഞാൻ എങ്ങനെ പറയാ? എന്നെ പറ്റി നിങ്ങൾ പറയണം. എന്നെ പറ്റി മനസ്സിലാക്കി നിങ്ങൾ പറയണം. ഇല്ല ഞാൻ എന്നെ പറ്റി പറയാം. ഞാനൊരു പാവാണ്, അതെ പഞ്ചപ്പയ്യാണ്. അതെ അതെ എന്നെ പറ്റി ഞാൻ എന്നെ പറ്റി മോശം പറയാം. നല്ലൊരു ആളാണ്. നാദാത്ത ഭാഷ പറയട്ടെ. ഞാൻ ഇവിടെ തന്നെയാ, നമ്മളെ ചാലപ്പുറത്ത് പോയിട്ട് ഇവിടെ വന്ന. അതെ ഇവിടെ വന്ന ഹനാന്റെ കൂടെ പരിപാടിക്ക് പോന്ന. അതെ അതെ എന്നിട്ട് ഹണി കേക്കില് പോയിട്ട് ഞാള് കഴിച്ച് സെറ്റാക്കൂ. വേറെ കോമഡി കാണിച്ചെടുക്കാം. ആ നിക്കുന്നത് അനസ്, ഈ നിക്കുന്നത് നാഫി. ഇതെന്താ ഇതെന്താ ആക്ച്വലി ഉണ്ടായെന്ന് പറയട്ടെ. പേരോട് സ്കൂളത്തെ അല്ല സംഭവം എന്താ പറയാ, അനസിന്റെ ഷോപ്പിന്ന് അനസ് ഓനെടുത്ത ഡ്രസ് തന്നെ ബാക്കിയുള്ളവർക്കും കൊടുക്കും. ഇത് നല്ല രസം, ഇത് നല്ല രസം. കൊടുക്കലില്ലേ? ഇതെങ്ങനെയാ പെട്ടു ഞാൻ അറിയില്ല. ഞാന് അനസ് ഇത് മുന്നീർ കണ്ടെത്തൂലേ? സെയിം അനസ് സെയിം ഇല്ലേ? പുറത്തേടും 4 പീസ് ഉണ്ടാവും ഒരു സാധനം. എല്ലാം കുടുംബത്തിൽ തന്നെ ഉണ്ട്. മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയി. കൊടുവള്ളി ഉണ്ടാവും, മാധവത്തുണ്ടാവില്ല. കൊടുവള്ളി പിന്നെ കട്ടതും കക്കാത്തതൊക്കെ ഉണ്ടാവും. പോവാ താശ നല്ല ഉറക്കത്തിലാ. താശ മുത്തേ പോണ്ടേ? ഓ ഓ ഓ ഓ ഓളെടുക്കോളൂ ഷാറ.
മോളെ ഹനാദായിട്ട് പരിപാടി മനസ്സിലാക്കുന്നില്ല ഇപ്പൊ. നമ്മ അയാൾ പോന്നെ ഞാന് അയ്യോ ഷവാൻ എന്റെ ചാവി എടുത്തരോ. ഇതാ കൂട്ടുകാരെ ഹനാൻ ഷാ ഉദ്ഘാടനപ്പെടുന്ന അനാൻ ഇതാ നിറച്ചും ആൾക്കാരിതാ കൂടി നിൽക്കുന്നു. എത്തിക്കില്ല അതല്ല നാപ്പി നമ്മളിടെ പാർക്ക് ചെയ്യാ. എവിടെ പാർക്ക് ചെയ്യാ? എടാ അമ്മേന്റെ ഇന്ത്യ അതെന്തായാലും നമുക്ക് പറ്റൂല. പറ്റിക്കണോ? നമുക്ക് ഷെമീൽ ഖാന്റെ ഹണി കേക്കില് അവിടെ പാർക്കിംഗ് ഉണ്ടോ നോക്കാം. പാർക്കിംഗ് ഇല്ലേ നമുക്ക് അതിൽ കൂടി പറ്റിയിൽ കുടുങ്ങി. എന്നാ ചെയ്യാ നോക്ക്, ബ്ലോക്ക് നോക്ക് ഇപ്പൊ തന്നെ. ആരാ വരുന്നേ? എന്നാ ചെയ്യാ നമ്മള്? ഞാനപ്പോ ഉദ്ഘാടനത്തിന് പോകാൻ തുടങ്ങുന്ന ഏടാ ഓക്കെ ഓക്കെ ഞാൻ ഇത് അമ്മനിന്റെ അവിടെ എത്തി. ഓക്കെ ചങ്ങായിസിന്റെ അടുത്ത് വെക്കാനല്ലേ? നമ്മളിതാ കടക്കാൻ പോവാണ്. കുറച്ച് സമയം അടിപൊളിയായിട്ട് പഠിച്ചു പാടുകയാ. മനസ്സെടുത്ത് മനസ്സിനെ വെയിറ്റ് ചെയ്യുന്ന മനസ്സ് വേറെ വരുന്നുണ്ട്. അന്ന് കണ്ട് വേറെ ഇത്രയില്ല ഞാൻ ഇപ്പൊ വൈഫ് പ്രസവിച്ച നിങ്ങളെ കൂടെ വേറെ ഇത്രയില്ല. നിങ്ങളെ കണ്ടാന്ന് ഞാൻ വേറെ ഇത്ര കണ്ടിക്കാണ്. ഇപ്പൊ വൈഫ് പ്രസവിച്ച കുറച്ചായിട്ട് വെറുമൊരു തൂവ കൊണ്ടു മുറിയും ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേത്ത പൈതലിന്റെ മുഖവും മഞ്ഞിന്റെയാണു പരിപാടി സൂപ്പർ അല്ലേ? പക്ഷെ നമ്മള് കുറച്ച് മുന്നേ പരിപാടി കഴിയുന്നതിന് മുന്നേ പോകുന്നത്. കാരണം അല്ലെങ്കിൽ എന്തായാലും ലോക്ക് ആവും. ഓൾറെഡി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അതവരും ടൗണിന്. നതാശനെ കൊണ്ട് ഇങ്ങനെ കയറി കുറച്ച് ടയർഡായി പോയി. ഭയങ്കര ക്രൗഡായിരുന്നു നാദാപുരത്ത്. എപ്പോൾ ഹനാന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാദാപുരം ഫാൻസ് ഉണ്ട് ഹനാന്. ഞാനും പണ്ടൊരു കാലത്ത് ഹനാൻ്റെ ഒരു ഫാനായിരുന്നു. ഇപ്പോൾ പിന്നെ ഫ്രണ്ട്സ് അല്ലേ. പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പരിപാടിക്കെല്ലാം ഹനാൻ്റെ പോലുണ്ട്. പണ്ട് മുതലേ ഹനാൻ ഈ ഒരു സൈഡ് കണ്ണൂർ സൈഡെല്ലാം പരിപാടിക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോലുണ്ട്. അതൊരു എന്തോ ഒരു ഇഷ്ടമാണ് പരിപാടിക്ക് പോകുന്നതും നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജിൻ്റെ മുകളിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം പിന്നെ താശിനെ കൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ പരിപാടി നമ്മൾ രണ്ടാമത്തെ അല്ലേ പേരാമ്പ്രയും നാദാപുരം. എന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാരണം ഇപ്പോൾ പോയിക്കില്ലെങ്കിൽ ഇന്ന് പോക്കുണ്ടാവില്ല അല്ലേ ഫത്തി? ഒരു ജ്യൂസ് കുടിക്കല്ലേ? താശ അത്രയും സൗണ്ട് എടുത്തിട്ടുണ്ടാ അറിഞ്ഞൂടാ. ഉറങ്ങുന്നിടത്തുനിന്ന് എണീച്ചിക്കില്ല. അപ്പം എണീക്കുന്നതിന് മുന്നേ വേഗം വീട്ടിലെത്താം നമുക്ക്. ഓക്കെ ഇനി ജ്യൂസ് ലൊക്കേഷനിലേക്ക് പോവാം. താശ കരയല്ല താശ. ഇപ്പൊ എത്തോട്ടാ ഇപ്പൊ എത്തും നമ്മള്. ഇപ്പൊ എത്തും വാവേ ഇപ്പൊ എത്തും.
അപ്പൊ ഇനി പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ നതാശ എന്താ അത് എന്റെ പൊന്നെ ഓ എന്റെ പൊന്നെ ഓ ഇഷ്ടമല്ലോ മാങ്ങയില്ല വേറെ നല്ല മുട്ടായി എന്തെങ്കിലും വായിച്ചോ മറ്റേ ചക്കക്കുരു ഉണ്ടാ എന്തെങ്കിലും വാങ്ങിക്ക് പച്ചമാങ്ങ കുലുക്കി നല്ല കഫക്കെട്ടുണ്ട് അതുകൊണ്ട് പറയുന്ന ഉമ്മ കുറേ സൈറ്റ് തണുത്തോളൊന്നും തീർത്തില്ല അതുകൊണ്ട് ഉമ്മ കാണാണ്ടൊരു നല്ല തണുപ്പുള്ള പച്ചമാങ്ങ കുലുക്കി ഞാൻ അപ്പം എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ആ എടുത്തോ ആ ഇല്ല പൊന്നെ ഫതിക്ക് ഇഷ്ടായിക്കാ ഇന്ന് കുടിച്ചല്ലേമ്മ മിൽക്കാ രസണ്ടാ എത്ര 225 ഓക്കെ നഞ്ഞു കൊടുക്കേ അത് ഇരുത്തില്ലേ പൈസ ഇല്ലേ ഇജത് പൈസ ഇല്ല വേഗം കൊടുത്തോ ഞാൻ പേഴ്സ് എടുത്തില്ല അയ്യടാ എന്നാ കടം പറ നമ്മള് വീട്ടിലെത്തി ആപ്പി ആപ്പിടാ ആപ്പി ചെരുപ്പെല്ലാം കഴിച്ചിരിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ